ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ബന്ധനമെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവർ, ഈ കാലയളവിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന വിഷയമെന്ന് പറയുന്നത് വിടുതലാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം ധ്യാനിച്ചുകൊണ്ടിരുന്നതായ സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് ഉയർന്നു വന്ന സ്നേഹബന്ധനം എന്നൊരു വിഷയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചാലിച്ചു തരുവാനിടയായി. കർത്താവിന് മഹത്വം. അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ആധാരമായിട്ട് ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ നോക്കാം. ഒന്നാമത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കും. എൻ്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. ശ്രദ്ധിച്ചോ, പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ ഫിലിപ്പിയരോട് പറയുക, എൻ്റെ ബന്ധനങ്ങൾ സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, എൻ്റെ ബന്ധനങ്ങൾ. പൗലോസ് ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. നമുക്ക് പൗലോസിനോട് ചോദിക്കാം, പൗലോസ്, നീ എന്തിനാ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്? നീ എന്തിനാ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്? ചില മാസങ്ങളോ ചില ആണ്ടുകളോ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നല്ലോ. സുവിശേഷത്തിലും പഴയ നിയമത്തിലും ധാരാളമായി വിടുതലിൻ്റെ പദങ്ങൾ കാണാമെങ്കിലും എല്ലാ പൗലോസ് നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതെന്ന് പൗലോസിനെ കണ്ട് ഒരു അഭിമുഖം നടത്തിയാൽ പൗലോസ് പറയും, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, എന്ന് വെച്ചാൽ സുവിശേഷ നിമിത്തം താൻ കാരാഗ്രഹത്തിൽ, താൻ ബന്ധനത്തിൽ. എന്താ പൗലോസ് അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ പൗലോസ് പറയും, ആണ്ടുകൾക്ക് മുമ്പ് സുവിശേഷത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണം, ക്രിസ്ത്യാനികളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ സിറിയയിലേക്ക് പോകുന്ന വഴിക്ക് ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചുകൊണ്ട് ഒരുവൻ എന്നെ ആകർഷിച്ചു, എന്നെ സ്പർശിച്ചു, എന്നെ വിളിച്ചു, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നട്ടുച്ചയ്ക്ക് അതിശക്തമായ സൂര്യ തേജസ്സിനെ വെല്ലുന്ന ആ വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. എൻ്റെ കണ്ണ് കുരുടായി. 3 ദിവസത്തേക്ക് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടവനായി ഞാൻ തപ്പിത്തടഞ്ഞ് നടന്നു. ആ ശബ്ദം എന്നോട് ചോദിച്ചത്, നിങ്ങൾക്കറിയണോ പ്രിയമുള്ളവരെ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗല് ചോദിച്ചു, നീ ആരാകുന്നു? കർത്താവേ, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, തൻ്റെ ഏകദേശം 25-30 താഴെ പ്രായം കാണത്തുള്ളൂ. അന്ന് ഈ വെളിച്ചത്താൽ, ഈ വിളിയാൽ താൻ ബന്ധിക്കപ്പെട്ടു. ആരുമായിട്ട്? യേശു ക്രിസ്തുവുമായിട്ട്. എങ്ങനെ? കാൽവരിയുടെ കൊലക്കളത്തിൽ 2 ആണികളുടെ, 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിന്മേൽ 6 മണിക്കൂർ തൂങ്ങിക്കിടക്കുന്ന ദൈവപുത്രനാകുന്ന മനുഷ്യപുത്രന്റെ രൂപം തൻ്റെ ഹൃദയത്തിൽ, ആത്മാവിൽ ആഴമായി 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 സ്പന്ദിക്കാൻ തുടങ്ങി. തൻ്റെ 33 തിരുവയസ്സ്, അതുപോലെ തൻ്റെ ക്രൂശ് മരണം, കൽത്തളം, വിചാരണ എല്ലാം തൻ്റെ ഹൃദയത്തിലൂടെ ദൈവാത്മാവിനാൽ മിന്നി മറഞ്ഞപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, ഇതിലും വലിയൊരു സ്നേഹമില്ല.
ഇതിലും വലിയൊരു സ്നേഹബന്ധമില്ല. ദൈവത്തിന് സ്തോത്രം. ചിലര് തമ്മിൽ സ്നേഹിക്കുമ്പോൾ അഥവാ പ്രേമിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും, ഞാൻ നിനക്ക് വേണ്ടി സകലതും ത്യജിക്കുമെന്നൊക്കെ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം പ്രിയരെ, വാസ്തവമായി യേശുവിനോടുള്ള സ്നേഹനിമിത്തം, സുവിശേഷത്തോടുള്ള സ്നേഹനിമിത്തം ഇതാ അപ്പസ്തോലൻ, ഇതാ ശൗലെന്ന് പറയുന്ന പൗലോസ്, അഗ്രഗണ്യനായ ഈ മനുഷ്യൻ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഇത് സ്നേഹബന്ധമാണ്, ഇത് സ്നേഹബന്ധമാണ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പ്രിയരെ. താൻ ആ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഒരുപക്ഷെ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലിരുന്ന് അവനെ ആരാധിച്ചു കാണും. ആരാധന 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 ആരാധന. അതൊരു പ്രേമഗീതമല്ലേ? കർത്താവിൽ പ്രസിദ്ധനായ കർത്താവിൻ്റെ വിലപ്പെട്ട ഭൃത്യൻ രാജേഷ് ഏലപ്പാറയുടെ വരികൾ. ഇതൊരു പ്രേമഗീതമല്ലേ? ഇതാ പൗലോസ് ആ കാരാഗ്രഹത്തിനകത്ത് ബന്ധിക്കപ്പെട്ടവനായി, സുവിശേഷ നിമിത്തം, യേശു ക്രിസ്തു നിമിത്തം ബന്ധിക്കപ്പെട്ടവനായി, യേശുവിനോടുള്ള സ്നേഹം നിമിത്തം ബന്ധിക്കപ്പെട്ടവനായി ദൈവത്തെ ആരാധിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. അതേ അധ്യായത്തിൽ തന്നെ പലപ്പോഴും താൻ എഴുതുന്നുണ്ട്, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു. അങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരാൾക്ക് കാരാഗ്രഹ ബന്ധനം അനുഗ്രഹമാകും. ദൈവത്തിന് സ്തോത്രം. എന്നെ സ്നേഹിക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന പ്രിയരെ, സുവിശേഷ നിമിത്തമോ യേശു ക്രിസ്തു നിമിത്തമോ വല്ല പാടുകളോ കഷ്ടങ്ങളോ രോഗങ്ങളോ വേദനകളോ വന്നാൽ വെറുക്കരുത്, പരാതി പറയരുത്, വേഗത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തുനിയരുത്. ആഗ്രഹമുണ്ട്, നല്ലത്. കർത്താവിന് കൃപയുണ്ടെങ്കിൽ അവൻ സൗഖ്യം തരട്ടെ, അവൻ വിടുതൽ തരട്ടെ, അവൻ അത് രോഗശാന്തി നൽകട്ടെ. അത് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന. എന്നാൽ നീ സ്നേഹബന്ധത്തിലാണോ? യേശുവിനോടുള്ള സ്നേഹബന്ധത്തിലാണോ? ആ ബന്ധനത്തിലാണോ? എങ്കിൽ നിനക്ക് അതിനകത്തിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും, അവനെ സ്തുതിക്കാൻ കഴിയും. ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട്, ആ ക്രൂശിൽ തകർക്കപ്പെട്ട കുഞ്ഞാടിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ ആ സ്നേഹം വർദ്ധിക്കും. നിശ്ചയമായിട്ടും യേശു നീയുമായുള്ള സ്നേഹം വർദ്ധിക്കും. ഒരു ബന്ധനമാണ്. കഷ്ടങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ ഈ ബന്ധനത്തിൽ ആണെങ്കിൽ, ഈ സ്നേഹബന്ധത്തിൽ, ആ ബന്ധനത്തിലാണെങ്കിൽ പെറുപെറുപ്പ് കൂടാതെ ത്യാഗമനോഭാവത്തോടെ സമർപ്പണത്തോടെ കടന്നു പോകാൻ ഇടയായി തീരുമെന്ന് നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ, ഇത് യേശു ക്രിസ്തു ഒരു ദൈവദാസൻ അഥവാ ഒരു ദൈവ പൈതലും അഥവാ പൗലോസും തമ്മിലുള്ള ബന്ധത്തിന്റെ ബന്ധനമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വ രണ്ടാമത്തെ ബന്ധനം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വിവാഹബന്ധത്തെക്കുറിച്ചാണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് വന്ന് ചോദിക്കുന്ന വളരെ വ്യക്തമായ ഒരു സംശയ നിവാരണം. അവിടെ പരീശന്മാര് നിവൃത്തി ആദിയിൽ അങ്ങനെയില്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. കണ്ടോ? ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ബന്ധനം. യേശുവിനോട് വന്ന് സംശയം ചോദിക്കുക, മോശയുടെ ന്യായപ്രമാണം എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ട് ഉപേക്ഷണ പത്രം കൊടുത്ത്
ഭാര്യ ഉപേക്ഷിക്കാമെന്ന് മോശ പറഞ്ഞല്ലോ, നീ എന്ത് പറയുന്നു? പറയാം, അങ്ങനെയല്ല. അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇതൊരു ബന്ധനമാണ്. എങ്ങനെ? സ്നേഹബന്ധം, സ്നേഹബന്ധനം. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ. ഈ പ്രേമിക്കുന്നവർ പറയും, എനിക്ക് അങ്ങേ വലിയ ഇഷ്ടം, ഐ ലവ് യു, തിരിച്ചും മറിച്ചും ഒക്കെ പറയും. പക്ഷെ കാര്യം വരുമ്പോഴോ എത്രയോ കേസുകൾ പിണങ്ങി മാറിപ്പോകുന്നു, ഡിവോഴ്സുകൾ നടക്കുന്നു. അതെന്താ? കാണുമ്പോഴുള്ള സ്നേഹം, അത് ജഡിക സ്നേഹമാണ്. നിങ്ങൾ പിണങ്ങരുത് കേട്ടോ. എന്നാൽ തിരുവെഴുത്ത് എന്താ പറയുന്നത്? ഭാര്യ ഭർത്തൃ സ്നേഹം എന്ന് പറയുന്നത് ഒരു ആത്മീക സ്നേഹമാണ്. അത് വിവാഹശേഷം, കുടുംബജീവിത ശേഷമാണ് ആരംഭിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ സ്നേഹം ദൈവം കൊണ്ടുവന്നതാണ്. ഭാര്യയും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധം, അത് വേർപിരിക്കാൻ ആർക്കും കഴിയില്ല. തിരുവെഴുത്ത് അങ്ങനെ തന്നെ പറയുന്നു. ആ സ്നേഹബന്ധം ഒരു ബന്ധനമാണ് ദൈവത്താൽ. ഹല്ലേലൂയ! ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയരെ. യേശു ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും. സഭ ക്രിസ്തുവിന് കീഴ്വഴങ്ങി നിന്നതുപോലെ ഭാര്യ ഭർത്താവ് കീഴ്വഴക്കമുള്ളവളായി നിൽക്കും. സ്നേഹവും ബഹുമാനവും. സ്നേഹം താഴേക്ക്, ബഹുമാനം മുകളിലേക്ക്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ. ഇത് ദൈവത്താലാണ്. ഈ രണ്ട് ബന്ധനവും സ്നേഹത്താലാണ്. സ്നേഹത്താൽ ഇത് നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ ഇതൊരു ബന്ധനമല്ല, ഇതൊരു ബന്ധമാണ്. ഹല്ലേലൂയ! ആഴമേറിയ ഒരു ബന്ധമാണിത്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തമുള്ള ബന്ധം. കാൽവരിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ഉടയപ്പെട്ടവൻ, എനിക്ക് വേണ്ടി രക്തം ധാരധാരയായി ഒഴുക്കിയവൻ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് എനിക്ക് വേണ്ടി അപേക്ഷ കഴിച്ചവൻ. ആ ക്രൂശിലെ ദർശനം കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ അടങ്ങാത്ത സ്നേഹം. അത് എന്നുവരെയാ? നിത്യതയോളം ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. അതൊരു ബന്ധനമാണ്, അതൊരു ബന്ധമാണ്. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും അതിൽ നിന്ന് വേർപിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് മരണത്തിനല്ലാതെ ഭാര്യയ്ക്കും ഭർത്താവിന് ഭാര്യയ്ക്ക് വേർപെടാൻ പാടില്ല. ദൈവം വെച്ച പ്രകൃതിദത്തമായ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നതായ, പിന്തുടരാൻ ആഗ്രഹിക്കുന്നതായ ബന്ധം അഥവാ ബന്ധനം. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നിലയിലുള്ള യേശു ക്രിസ്തുവുമായുള്ള സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ആഴമായി തീരുവാനായി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സുവിശേഷവുമായുള്ള ആ ബന്ധം അത് ആഴത്തിലേക്ക് തിരിയുമ്പോൾ യേശുവിനെ വേർപിരിഞ്ഞ്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറി നിന്ന്, അവിടുത്തെ കൃപയിൽ നിന്ന് മാറി നിന്ന് ഒരു നിമിഷം പോലും അങ്ങയുടെ മക്കൾക്ക്, ദാസിദാസന്മാർക്ക് നിൽക്കാൻ കഴിയത്തില്ലല്ലോ. ഹല്ലേലൂയ! ആ ബന്ധത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ബന്ധനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെയാണ് കുടുംബജീവിതത്തിൽ ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയും, സഭ ക്രിസ്തുവിന് കീഴ്വഴക്കമുള്ളവളായി,
കീഴ്പ്പെട്ടിരുന്നത് പോലെ ഭാര്യ ഭർത്താവിനും. ഹല്ലേലൂയ. ആ നിലയിൽ ദൈവമക്കൾ, ദൈവദാസി ദാസന്മാർ കർത്താവിനോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ വലിയ ബന്ധത്തിലാകുവാൻ, സ്നേഹബന്ധത്തിലാകുവാൻ, ആ ബന്ധനങ്ങളിൽ ആയിത്തീരുവാൻ കർത്താവ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ, God bless you.